കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 28 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു വചന സന്ദേശമാണ് മത്തായി 11:28. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ പക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ആശ്വാസം, ദൈവം വാഗ്ദാനം ചെയ്ത ഈ നന്മ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. 2 കാര്യങ്ങൾ ഈ വചനഭാഗത്ത് പ്രധാനപ്പെട്ടതാണ്. അത് വിസ്മരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ കിട്ടേണ്ടത് നമുക്ക് കിട്ടാതെ പോകും. ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ അടുക്കൽ എത്തണം. കുർബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് എത്തിയെന്ന് വിചാരിച്ച് നമ്മൾ യേശുവിൻ്റെ അടുത്ത് എത്തണമെന്നില്ല. ധ്യാനം നടക്കുന്ന ധ്യാന കേന്ദ്രത്തിലെത്തിയെന്ന് വിചാരിച്ച് യേശുവിൻ്റെ അടുത്തൊന്നും എത്തണമെന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ പക്കൽ വരണം. കർത്താവിൻ്റെ അടുത്ത് നമ്മൾ എത്തണം. കാരണം അവിടെയാണ് പ്രശ്ന പരിഹാരം. പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രാർത്ഥന നടത്തിയാൽ പോരാ, പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ പക്കൽ എത്താൻ നമുക്ക് പറ്റണം. ഇവിടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ക്രിസ്മസിൽ സംഭവിക്കേണ്ടത് നമ്മൾ ആഗമനകാലത്ത് കുറച്ച് ത്യാഗമൊക്കെ അടുത്ത് 25-ാം തീയതിയിലേക്ക് എത്തിയാൽ പോരാ. ക്രിസ്മസിൽ സംഭവിക്കേണ്ടത് യേശുവിനെ കണ്ടുമുട്ടുന്ന, ഇംഗ്ലീഷിൽ പറയും അൻ എൻകൗണ്ടർ വിത്ത് ദ ലോർഡ്. യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, യേശുവിൻ്റെ ജീവിതത്തിൽ നാം എത്തുന്ന ആ ഒരു അനുഭവം ഉണ്ടാകണം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കണം. അപ്പോഴാണ് ആഘോഷം അർത്ഥവത്താകുന്നത് എന്ന് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഇതിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് നമ്മളിലെ പാപങ്ങളും നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുമൊക്കെയാണ്. അത് എന്ന് വിടുന്നോ അന്ന് യേശുവിൻ്റെ അടുക്കൽ എത്താൻ പറ്റും. യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കാണാൻ പറ്റും. രണ്ടാമതൊരു കാര്യം ഈ സുവിശേഷ ഭാഗം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ്, എൻ്റെ അടുക്കൽ വന്നാൽ പോരാ, എന്നിൽ നിന്നും പഠിക്കണം. ഇന്ന് പലരും ആ ഒരു കഷ്ണം വിസ്മരിക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആശ്വാസം, സൗഖ്യം, പ്രശ്നപരിഹാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, അത് കിട്ടേണ്ടത് നീ എന്നിൽ നിന്നും പഠിക്കുന്നതിലൂടെയാണ്. യോഹന്നാൻ 2-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അടയാളം കണ്ടതുകൊണ്ട് വിശ്വസിച്ച കുറേ പേര്. യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടു, അവർക്കൊരു കുളിര് തോന്നി, അവർക്കൊരു വിശ്വാസമൊക്കെ തോന്നി. പക്ഷെ അവരെയൊന്നും കർത്താവ് വിശ്വസിച്ചില്ല. മറിച്ച് കർത്താവിൽ നിന്നും പഠിക്കേണ്ടത് പഠിച്ച് അതിൻ്റെ ഭാഗമായിട്ട് അടയാളങ്ങൾ കണ്ടവർ, സൗഖ്യം പ്രാപിച്ചവർ, അവർക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാവും. പറയുന്നുണ്ട്, യേശുവിൻ്റെ അടുക്കൽ എത്തിയാൽ പോരാ, അവരിൽ നിന്നും പഠിക്കേണ്ടത് പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ആശ്വാസം നിലനിൽക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ ആദ്യ വായന യെശയ്യ 40-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇനി അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, 27-ാമത്തെ വചനമെടുത്താൽ കർത്താവ് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാതി പരിഭവം പറയുക? എൻ്റെ വഴികൾ കർത്താവ് മനസ്സിലാക്കുന്നില്ല, എൻ്റെ അവകാശങ്ങൾ കർത്താവ് നടത്തി തരുന്നില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞ് പരാതി പരിഭവം.
പരാതി പരിഭവം പറയണത് ചെറിയ പാപമായിട്ട് കാണരുത് കേട്ടോ. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം വായിച്ചാൽ ഈ പരാതി പരിഭവം പറഞ്ഞു നിന്ന് കുറേ പേരുടെ അവർ ഭൂമിയിൽ നിന്നപ്പോൾ ആ ഭൂമി വാ തുറന്ന് അതുങ്ങളെല്ലാം കൂടി അകത്തോട്ട് പോയി. പരാതി പരിഭവം ചെറിയൊരു പാപമായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പറയുന്നുണ്ട്, ദൈവത്തിനെതിരെ പരാതി പരിഭവം പറയണത് ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും എടുക്കരുത്. മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെ പരാതി പരിഭവം പറഞ്ഞ മെറിയാമിന് സംഭവിച്ചെന്താ? അവൾ കുഷ്ഠരോഗിയായിട്ട് മാറി. ഇനി ഇതുപോലെ തന്നെ ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പല കാര്യങ്ങളും ദൈവത്തിനെതിരെ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം, ഗൗരവപൂർവ്വം എടുത്ത് അത് ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഭാഷകൻ 35:23 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ധിക്കാരം ദൈവത്തോട് കാണിക്കരുത്. ധിക്കരിക്കുന്നവരെ ദൈവം നിർമ്മാർജ്ജനം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധിക്കാരികളെ അവരെ ഉന്മൂലനം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിനെതിരെ ധിക്കരിക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത് എന്ന് 1 തെസ്സലോനിക്ക 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം വായിച്ചാൽ കാണാൻ പറ്റും. പ്രവചനം ദൈവം തരുന്ന, അതിനെ നിന്ദിക്കുന്നവർ ദൈവത്തെ തന്നെയാണ് നിന്ദിക്കുന്നത്. പറയുന്നുണ്ട്, ധിക്കാരം, നിന്ദനം എന്നിവയെല്ലാം ഗൗരവമുള്ള പാപമാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനമെടുത്താൽ ദൈവവുമായിട്ട് വാഗ്വാദത്തിലേർപ്പെടരുത്, തർക്കിക്കാൻ പോകരുതെന്ന്. ഇന്ന് ചിലരെ കാണാൻ സാധിക്കും, ദൈവവുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇത് ഞാൻ അർഹിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെല്ലാം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 39:17 വായിച്ചാൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതെന്ത്, എന്തുകൊണ്ട് എന്ന് നിന്റെ സൃഷ്ടാവിനോട് നീ ചോദിക്കരുത്. തക്ക സമയത്ത് ദൈവം അതിൻ്റെ അർത്ഥം നിനക്ക് വെളിപ്പെടുത്തി തരും. ചിലർക്ക് അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. അതുകൊണ്ടാണ് വൈ എന്ന് പിള്ളേരെ കാണാൻ സാധിക്കും. മാതാപിതാക്കളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, തിരുത്താൻ പറഞ്ഞാൽ പോലും വൈ, എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. ഇതുതന്നെയല്ലേ നമ്മൾ ദൈവത്തോട് പറയാറുള്ളത്. ദൈവത്തെ ചോദ്യം ചെയ്യരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 42:21 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് ഉപദേശം കൊടുക്കാൻ പോയേക്കരുതെന്ന്. ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയല്ലായിരുന്നു നടക്കേണ്ടത് എന്ന് പറഞ്ഞ് അവരുടെ അഭിപ്രായമാണ് അവർ ദൈവത്തെ ഈ രീതിയിലാണ് നടത്തി തരേണ്ടത്. നമ്മളെന്നാ ചെയ്യുന്നത്? ദൈവത്തെ ഉപദേശിക്കുക. ദൈവം ചെയ്ത കാര്യമൊന്നും ശരിയായില്ല, ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ദൈവത്തെ ഉപദേശിക്കുന്ന അവസ്ഥ. ദൈവത്തിന് വേണ്ടത് ഉപദേശകരെയല്ല, ഉപദേശം സ്വീകരിക്കുന്നവരെയാണ്. സന്തോഷത്തോടെ ദൈവം തരുന്ന ഉപദേശം സ്വീകരിച്ച് അത് അനുസരിക്കാൻ തയ്യാറാകുന്നവർ ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലെ കർത്താവ് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളെ പാലിച്ച് ജീവിക്കണം. വചനമാണേലും കൽപ്പനകളാണേലും അനുസരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നന്മകൾ വരും. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 2 ഭാഗങ്ങളാണ് അതിനുള്ളത്. ആദ്യ ഭാഗം 1 മുതൽ 14 വരെയുള്ള വചനഭാഗം. എൻ്റെ 2-ാമത്തെ വചനം പറയുന്നുണ്ട്, ഞാനീ പറയുന്ന എൻ്റെ വചനങ്ങൾ, എൻ്റെ കൽപ്പനകൾ നീ ശ്രദ്ധാപൂർവം പാലിക്കുന്നെങ്കിൽ താഴെ പറയുന്ന അനുഗ്രഹം എല്ലാം നിനക്ക് ലഭിക്കും. എന്നിട്ട് ഒരു കെട്ട അനുഗ്രഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. 14-ാമത്തെ വചനം വരെ വായിച്ചാൽ 2-ാം ഭാഗമാണ് 15 മുതൽ 68 വരെയുള്ള വചനഭാഗം. അവിടെ നമ്മൾ കാണുന്നു, ഞാൻ തരുന്ന കൽപ്പനകളും എൻ്റെ വചനങ്ങളും നീ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു കെട്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ തുടങ്ങി ഭീമമായ പ്രശ്നങ്ങൾ വരെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ അധ്യായത്തിൽ. അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം പറഞ്ഞിരിക്കുകയാണ്, നീ എൻ്റെ വചനവും എൻ്റെ കൽപ്പനകളും അനുസരിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം
നൽകപ്പെട്ടിരിക്കുന്നത്. വചനം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉത്കർഷം നേടിയെടുക്കാൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും അതിനുവേണ്ട കൃപയ്ക്കായി ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.